നമ്മൾ ആധികാരികമായി സംസാരിച്ച് ഡേറ്റുകൾ ഫിക്സ് ചെയ്യും കേട്ടോ. അപ്പോൾ എന്തായാലും ഈ പരിപാടി വളരെ വിജയകരമായി നടക്കട്ടെ എന്ന് ആശംസിക്കും. രണ്ടാമത്തെ തവണയാണ് നടത്തുന്നത്. നമ്മുടെ യുപിതല വായനാ മത്സരത്തിനുള്ള പുസ്തകങ്ങൾ ഞങ്ങളിവിടെ കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ഇന്നത്തെ 2 മണിയൊക്കെ കഴിഞ്ഞ് നിങ്ങൾക്ക് മാസത്തെ ഞങ്ങൾ ഹാൻഡ് ഓവർ ചെയ്യുന്നതാണ്. എന്തായാലും ഇത്തവണ നമുക്ക് താലൂക്ക് തലത്തിലെ ഗ്രേഡ് എന്തായാലും അറിവിൻ പ്രവാഹമേ നീ തുറച്ചാലും അകതാരിലെന്നും കനിവ് നിറഞ്ഞിടാൻ അക്ഷരപ്പൊരുളെ നീ കാവലാകേണമേ. നമ്മൾ എൻ പണിക്കർ അനുസ്മരണവുമായി ബന്ധപ്പെട്ട വായനാ പത്താചരണവും വായനാവാര പരിപാടികളൊക്കെ സ്കൂളിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാ വർഷവും വായനാവാര പരിപാടികൾ സ്കൂളിൽ നടത്താറുണ്ട്. നമ്മുടെ വാർഡ് കൗൺസിലറും ലക്ഷ്മണേട്ടനെ സ്കൂളിൻ്റെ പേരിൽ സ്വാഗതം ചെയ്യാണ്. ബാലേട്ടൻ, പ്രസിഡന്റ് ബാലേട്ടൻ എത്തിയിട്ടുണ്ട്. വിജയേട്ടൻ ഇവിടെ ഉണ്ട്. പൂർവ്വ വിദ്യാർത്ഥികളുടെ എല്ലാ സപ്പോർട്ടും നിങ്ങളെപ്പോലെ പണ്ട് ഇവിടെ പഠിച്ചു കഴിഞ്ഞ ആളുകളാണെങ്കിൽ പിന്നീട് എൻ്റെ സുഹൃത്ത് ഒരുപാട് പുസ്തകങ്ങൾ വായിക്കുന്ന ഒരു അധ്യാപകൻ കൂടിയാണ് കുടുംബം. വളരെ ആപ്റ്റായിട്ടാണ് നാട്ടിൽ വന്നിരിക്കുന്നത്. ഒത്തിരി പുസ്തകങ്ങൾ പുസ്തകം അദ്ദേഹത്തിൻ്റെ ഫലമാണ്. ഇന്നും സജീവമായി റിട്ടേൺ ചെയ്താലും സജീവമായി ജനകീയ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. എൻ്റെ പ്രിയപ്പെട്ട കുട്ടികൾ, എൻ്റെ സഹപ്രവർത്തകർ, PTA അംഗങ്ങൾ, മദർ PTA അംഗങ്ങൾ, SSG ഭാരവാഹികൾ, പ്രിയപ്പെട്ട ചന്ദ്രനൊക്കെ വന്നിട്ടുണ്ട്. ബാക്കി എല്ലാവരെയും സ്കൂളിലേക്ക് സ്വാഗതം പറയുന്നു. അധ്യക്ഷ സ്ഥാനത്ത് ഗ്രന്ഥശാല പ്രവർത്തകരുടെ സദസ്സിലെ വിശിഷ്ട വ്യക്തികൾ, കേരളത്തിലെ ഗ്രന്ഥശാല പ്രസ്ഥാനത്തിൽ തുടക്കം കുറിച്ച എൻ പണിക്കരുടെ ചരമദിനമായ ജൂൺ 29 മുതൽ IV ദാസിൻ്റെ ചരമദിനമായ ജൂലൈ 7 വരെ ആ പ്രവർത്തനത്തിനെ കണ്ടെത്തേണ്ടത്. വായനാ പക്ഷാചരണത്തിൻ്റെ ഭാഗമായി ഈ യോഗത്തിന് സ്വാഗതം പറഞ്ഞ് സ്കൂളിലെ പ്രധാനാധ്യാപകൻ ചാൻസലർ, അധ്യക്ഷത വഹിക്കുന്ന വായനശാല സെക്രട്ടറി, ആശംസകൾ അറിയിക്കുന്ന സുമാരഞ്ജി, ബാലകൃഷ്ണൻ, മോഹൻദാസ്, ഗോപിനാഥൻ ഉൾപ്പെടെ വേദിയിലും സദസ്സിലുമുള്ളവരെ, അധ്യാപകരെ, കുട്ടികളെ, നമ്മൾ എല്ലാ വർഷവും വായനാചരണം വായനാവാരം ആയിട്ട് നടത്താറുണ്ട്. അത് ഗ്രന്ഥശാലയാണെങ്കിൽ ജൂൺ 19 മുതൽ ജൂലൈ 7 വരെ IV ദാസിൻ്റെ ജന്മദിനം വരെയുള്ള 2 ആഴ്ച ആയിട്ടാണ് അവർ നടത്താറ്. എന്തെന്ന് വെച്ചാൽ ഈ കാലയളവിൽ വിവിധ തരത്തിലുള്ള മഹത്വ്യക്തികളുടെ ജനനമുണ്ട്, മരണമുണ്ട്. അത് എല്ലാം കൂടി ഓരോ ദിവസവും ഓരോ പരിപാടിയായിട്ടാണ് അവർ നടത്തുന്നത്. അങ്ങനെ പുതിയ പുതിയ പുരോഗമന ആശയങ്ങൾ കുട്ടികളിൽ വളർത്താൻ സാധിക്കും. അങ്ങനെ കുട്ടികൾ നാളെ പൗരന്മാരാവുമ്പോൾ അവർക്ക് അവസാന കാലത്ത് 1947 ജനിച്ച വ്യക്തിയാണ് നമുക്ക് മുന്നിലിരിക്കുന്ന ES കൃഷ്ണേട്ടൻ. അദ്ദേഹത്തിൻ്റെ ഒരു പുസ്തകമാണ് ഞാനിവിടെ പരിചയപ്പെടുത്തുന്നത്. തീർച്ചയായും ആ പുസ്തകത്തിനൊരു പ്രത്യേകത ഉണ്ട്. ആ കാലഘട്ടത്തിൽ വായന ഒരു ശീലമാണ്. എല്ലാ മനുഷ്യർക്കുമുണ്ട് ഓരോ സൂപ്പർ കമ്പ്യൂട്ടർ. അത് കേട്ടിട്ടുണ്ടോ? നമുക്കോരോ സൂപ്പർ കമ്പ്യൂട്ടർ ഉണ്ട്. ഈ കമ്പ്യൂട്ടർ സ്ഥിതി ചെയ്യുന്നത് നമ്മുടെ ശരീരത്തിൽ എവിടെയാണ്? നമ്മുടെ ശിരസ്സിനകത്ത്. തലച്ചോർ എന്നും മലയാളത്തിലും ബ്രെയിൻ എന്ന് ഇംഗ്ലീഷിലും പറയും. അത് സൂപ്പർ കമ്പ്യൂട്ടറാണ്. മനുഷ്യനിർമ്മിതമായ ഏത് കമ്പ്യൂട്ടർ സമ്മാനിച്ചാൽ ഈ കമ്പ്യൂട്ടർ
നമ്മൾ നേടുന്ന അറിവുകളും ഓർമ്മകളും അനുഭവങ്ങളും മാഞ്ഞുപോകുന്നില്ല. മനുഷ്യനിർമ്മിതമായ കമ്പ്യൂട്ടറിനെ പോലെ വൈറസ് കയറുമെന്നോ ഡാറ്റ നഷ്ടപ്പെടുമെന്നോ പേടിയാണ്. ഈ അറിവുകളും ഓർമ്മകളും അനുഭവങ്ങളുമൊക്കെയാണ് നമ്മുടെ ഭാവി ജീവിതത്തെ രൂപപ്പെടുത്തുന്നതും നിയന്ത്രിക്കുന്നത്. സേവ് ചെയ്യപ്പെടാതെ മാഞ്ഞു പോകാനാണ് സാധ്യത. നല്ല വായനയും ചീത്ത വായനയും ഉണ്ട്. നല്ല കൂട്ടുകാരും ചീത്ത കൂട്ടുകാരും ഉണ്ടാകാം, ഇല്ലേ? നല്ല കൂട്ടുകാരാണെങ്കിൽ പുസ്തകങ്ങൾ ഏത്, ചീത്ത പുസ്തകങ്ങൾ ഏത് പുസ്തകം വായിക്കണം, ഏത് പുസ്തകം വായിക്കരുത് എന്ന അധ്യാപകരുമാണ് അവരെ നല്ല വായനയിലേക്ക് നയിക്കേണ്ടത്. കഥകൾ സങ്കല്പ സൃഷ്ടിയാണെങ്കിലും ആ കഥകളിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാനുണ്ട്. ജീവിതത്തിൽ പകർത്തേണ്ട കുറേ നല്ല പാഠങ്ങൾ കഥകൾ നമുക്ക് പറഞ്ഞു തരും. വായന ശീലമായി കഴിഞ്ഞാൽ കുട്ടികൾ തന്നെ അവർക്ക് വേണ്ട പുസ്തകങ്ങൾ തിരഞ്ഞെടുക്കും. വായന ഒരു ശീലമായി കഴിഞ്ഞാൽ അവർക്ക് വേണ്ട പുസ്തകങ്ങൾ കുട്ടികൾ തന്നെ തിരഞ്ഞെടുക്കും. കഥ, നോവൽ, ചരിത്രം, ഭൂമിശാസ്ത്രം, ഭൗതികശാസ്ത്രം, അങ്ങനെ ഒരുപാട് വിഷയങ്ങളുണ്ട്. ഏത് വിഷയമായാലും ലളിതമായ ഭാഷയിൽ എഴുതിയ പുസ്തകങ്ങളാണ് ആദ്യകാലങ്ങളിൽ വായനയ്ക്ക് തിരഞ്ഞെടുക്കേണ്ടത്. ഞാൻ നിർത്തുന്നു. ഈ യോഗത്തിൻ്റെ അധ്യക്ഷൻ വായനശാല സെക്രട്ടറി മുരളീധരൻ, അതുപോലെ ഉദ്ഘാടനം ചെയ്തിട്ടുള്ള നമ്മുടെ മുനിസിപ്പൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ആണ്, വേദിയിലെ വായനശാല പ്രസിഡന്റ് മോഹനേട്ടൻ, അതുപോലെ ബാലേട്ടൻ, വേദിയിലെ മറ്റ് വിശിഷ്ട ആളുകളെ, ഈ ബുക്ക് പരിചയപ്പെടുത്തിയുള്ള ഗോപിമാഷെ, ഗോപിമാഷി ബുക്ക് പരിചയപ്പെടുത്തുന്നു എനിക്കറിയില്ലായിരുന്നു. ഞാനിങ്ങനെ ഒരു ബുക്ക് എഴുതിയത് ഈ കുട്ടിക്കാലത്ത് ഇപ്പോൾ എനിക്ക് നിങ്ങളാവാൻ തോന്നുന്നു. നിങ്ങളുടെ കുട്ടിക്കാലം എനിക്ക് ഇപ്പോഴാകാൻ തോന്നുകയാണ്. കാരണം ഇരിക്കാം, സുഖമായി കയ്യൊക്കെ വെച്ച് പുസ്തകങ്ങളൊക്കെ നോക്കി പഠിക്കാം. വീട്ടിലും ആ സൗകര്യങ്ങളുണ്ട്. നേരത്തെ ഗോപിനാഥ് പറഞ്ഞ പോലെ ഈ സൗകര്യങ്ങളൊന്നും ഇല്ലാത്ത ഒരു വീട്ടിൽ ഒരു കാലഘട്ടത്തിൽ ജീവിച്ച് വളർന്നു വന്ന ആളാണ്. അപ്പോൾ ഇപ്പോൾ വീട്ടിൽ തന്നാൽ വായിക്കുകയും പഠിക്കുകയും എന്ന് പറയുന്ന പോലെ അങ്ങനെ പഠിക്കുമെന്നും പറയാനൊന്നും അച്ഛനമ്മയ്ക്കൊന്നും അറിയില്ല. പഠിപ്പിക്കേണ്ട ചുമതല അധ്യാപകർക്കാണ്. സ്കൂളിൽ വന്നാൽ അധ്യാപകർക്കാണ് പഠിപ്പിക്കേണ്ട ചുമതല എന്ന ബോധമാണ് അവർക്ക്. ഇവിടെ ഇരുന്നിട്ടൊന്നും പഠിക്കേണ്ട കാര്യമില്ല, സ്കൂളിൽ പോയി പഠിച്ചാൽ മതി എന്നുള്ളത് ധാരണയായിരുന്നു. അത്തരത്തിൽ വലിയ ഭക്ഷണത്തിനൊക്കെ വലിയ പ്രയാസങ്ങളുള്ള കാര്യമൊക്കെ ഞാൻ ആ ബുക്കിൽ എഴുതിയിരുന്ന് ഗോപിനാഥ് അത്തരം കാര്യങ്ങളെല്ലാം തന്നെ ഇവിടെ പറയുകയും ചെയ്തിട്ടുണ്ട്. ഈ റേഷനരിക്ക് മാത്രമാണ് കുറഞ്ഞ വില കൊടുക്കേണ്ടത്. ആ റേഷൻ കിട്ടുന്ന അരി എന്ന് പറയുന്നത് ഇപ്പോഴും നല്ല അരിയാണ്. മട്ടരി, നല്ല വെള്ളരി ഒക്കെ തന്നെ കൊണ്ടുവന്ന് വീട്ടിൽ പോയിട്ട് അരി വാങ്ങിക്കാം, പയറ് വാങ്ങിക്കാം, മുതിര വാങ്ങിക്കാം. ഈ മുതിരയ്ക്കൊക്കെ വില കുറവാണ്, കടലയ്ക്കൊക്കെ വില കുറവാണ്. ആ സാധനങ്ങളൊക്കെ വാങ്ങിച്ച് വീട്ടിൽ കൊണ്ടുവന്ന് അങ്ങനെ പെട്ടെന്നൊന്നും വേവിക്കാൻ പറ്റില്ല. അതിലൊക്കെ കല്ലായിരിക്കും, അരിയിലും കല്ലാണ്. ഞാൻ എൻ്റെ ജീവിതത്തിലേക്ക് ഇപ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ കല്ലില്ലാത്ത ഒരു അരി കടയിൽ പോയാൽ കിട്ടില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കുക. ആ അരി കൊണ്ടുവന്ന് വീട്ടിൽ അമ്മയും അതേപോലെ സഹോദരിമാരുണ്ടെങ്കിൽ അവരിത് അരിച്ചുണ്ടാക്കണം. കല്ല് മുഴുവൻ അരിച്ചുണ്ടാക്കണം. ആ കല്ല് പോയില്ലെങ്കിലോ ഭക്ഷണം വിളമ്പി കൊടുക്കുന്ന അച്ഛൻ അല്പം ചുണ്ടിക്കാരനാണെങ്കിൽ ആ ചോറെടുത്ത് കളയും എന്നിട്ട് അമ്മേനെ വേണമെങ്കിൽ തല്ലും ചെയ്യും. വീട്ടിലെ കാര്യമെല്ലാം പല പിടിക്കുന്നതാണ്. എങ്ങനെയാണ് ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ എങ്ങനെയാണ് ഈ കല്ലില്ലാത്ത അരി വന്നതെന്ന് ഞാൻ ആശ്ചര്യപ്പെടാറുണ്ട്. എന്ത് സാധനം കൊണ്ടുപോയാലും നേരിട്ട് നമുക്ക് വേവിക്കാലോ, ഭക്ഷണം കഴിക്കാലോ. അന്ന് ഇത് പറ്റില്ല. ഏത് സാധനം വാങ്ങിച്ചാലും അത് വെള്ളത്തിലിട്ട് അരി
അരിയാണെങ്കിലും ശരി, പയറാണെങ്കിലും ശരി, മുതിരയാണെങ്കിലും ശരി, കടലയാണെങ്കിലും ഇതൊക്കെ അരിച്ചെടുത്ത് കല്ല് കളഞ്ഞിട്ടേ വെക്കാൻ കഴിയുള്ളൂ. അപ്പം കാലഘട്ടത്തിൻ്റെ വ്യത്യാസമാണ്. നിങ്ങൾ അനുഭവിക്കുന്ന പോലെയുള്ള സുഖ സൗകര്യങ്ങളൊന്നും ഇല്ലാത്തൊരു കാലഘട്ടത്തിൽ ഇതേപോലെ തന്നെ പഠിച്ച് വളർന്ന് വന്നുന്ന ഒരാളാണ് ഞാൻ. ഇത് മാത്രമല്ല, ഒരു കാലഘട്ടത്തിൽ റേഷൻ കടയിലൂടെ അരിയില്ല, ഗോതമ്പ് മാത്രമേ കിട്ടുള്ളൂ. അതൊക്കെ പുസ്തകം കിട്ടാം, പുസ്തകത്തിൽ അതൊക്കെ ഉണ്ട്. ഗോതമ്പ് മാത്രമേ കിട്ടിയിരുന്നുള്ളൂ. ഈ ഗോതമ്പ് കൊണ്ടുവന്നാൽ എന്താ ചെയ്യാന്ന് പോലും അറിയില്ല. അതൊക്കെ ആ പുസ്തകത്തിൽ ഞാൻ എഴുതിയിട്ടുണ്ട്. നിങ്ങൾ ആ പുസ്തകം വായിക്കണം. എന്തായാലും ഈ ലൈബ്രറി കൗൺസിലിൻ്റെ വായനാ പക്ഷാചാരത്തിൻ്റെ ഭാഗമായിട്ട് ഇന്ന് വായനാ ദിനമായി വയ്ക്കുമ്പോൾ ഇത് അന്തർദേശീയ ലഹരി വിരുദ്ധ ദിനം കൂടിയാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇന്നിപ്പോൾ നമ്മുടെ ചെറുപ്പക്കാരെയും കുട്ടികളെയും ഒക്കെ ബാധിക്കുന്ന കാര്യമാണ് ഈ ലഹരിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വലിയ വിപത്തുകൾ. അതുകൊണ്ട് തന്നെ വായനയിലൂടെ കാര്യങ്ങൾ അതൊക്കെ തന്നെ മനസ്സിലാക്കാൻ കഴിയും. ലഹരി ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മുടെ ഈ റോഡുകളിലൂടെയൊക്കെ സഞ്ചരിക്കുന്ന വാഹനങ്ങളിൽ പോകുന്ന ആളുകൾ ബഹുഭൂരിപക്ഷം മരണവും ഈ ലഹരി ഉപയോഗത്തിൻ്റെ ഭാഗമായിട്ടാണ് വരുന്നത്. അതുകൊണ്ട് കുട്ടികൾ തൊട്ട് ഇതിൻ്റെ ആസക്തി മാറ്റുന്നതിന് വേണ്ടി അതിൻ്റെ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് നേരത്തെ ഇവിടെ പറഞ്ഞ പോലെ വായിച്ച് മനസ്സിലാക്കണം. എന്തൊക്കെയാണ് കാര്യങ്ങൾ, ശരിയേതാണ് തെറ്റേതാണ് എന്ന് വായിച്ച് മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ് ഇത്തരം സന്ദർഭങ്ങളൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നത്. ലൈബ്രറി കൗൺസിലാണെങ്കിലും ശരി, വായനക്കാരാണെങ്കിലും ശരി, ഈ പുസ്തകങ്ങളെല്ലാം തന്നെ വായിച്ച് സുരക്ഷിതമാക്കി അതിനനുസരിച്ചുകൊണ്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയണമെന്നുള്ള നല്ല ഉദ്ദേശം വെച്ചുകൊണ്ടാണ് ഇത്തരം കാര്യങ്ങളെല്ലാം തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എല്ലാവരും ഇപ്പം ചെറിയ കുട്ടികളായതുകൊണ്ട് അത്രയും കാര്യങ്ങളൊന്നും പറഞ്ഞുകൊണ്ടിപ്പോൾ നിങ്ങൾക്ക് ബോധമുണ്ടാവും തോന്നുന്നില്ല. ഇന്നത്തെ പത്രം എടുത്ത് നോക്കിയാൽ നമുക്കറിയാം, ആകെത്തേക്ക് നമ്മൾ ഇന്ത്യക്കാരനായിട്ടൊരു ആൾ കൂട്ടുണ്ട്. ശുഭാൻ എന്ന് പറഞ്ഞിട്ടുള്ള ആള് അങ്ങനെ പോവുകയാണ് ഗൾഫിലേക്ക്. സാധാരണ എന്ന് പറയുന്നത് കുളപ്പുള്ളിയിൽ വരെ ബസ്സിൽ പോയിട്ട് അവിടുന്ന് പാലക്കാടൻ ബസ്സിൽ നേരെ പോകാൻ എന്നതുപോലെ ഇവിടുന്നൊരു ഗ്രഹത്തിൽ അങ്ങോട്ട് പോയി അവിടെ നിന്ന് വേറൊന്നിലേക്ക് മാറിക്കയറുകയാണ്. ആ സന്ദർഭങ്ങളൊക്കെ നിങ്ങൾ ടി വിയിലും മറ്റു കാര്യങ്ങളൊക്കെ അറിയാൻ കഴിയും. ഇനി തുടർന്നുള്ള ദിവസങ്ങളിലെ പത്രങ്ങളിലും ആ കാര്യങ്ങളെല്ലാം തന്നെ കാണാൻ കഴിയും. അതെല്ലാം നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അങ്ങനെ എല്ലാ കാര്യങ്ങളും സമൂഹത്തിൽ മനുഷ്യനുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഇത്തരം നല്ല നല്ല കാര്യങ്ങളെല്ലാം തന്നെ മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോകാൻ ഈ വായനാ ദിനവും അതേപോലെ തന്നെ വായനാ പക്ഷാചാരവും കാര്യങ്ങളെല്ലാം തന്നെ ലൈബ്രറി കൗൺസിൽ കൊണ്ടുവന്നിരിക്കുന്നു. വായനശാലകളും അതിനനുസരിച്ച് മുൻകൈയെടുക്കുന്നു. വായനശാലയും കരിപ്പാടം വായനശാലയും അതുപോലെ തന്നെ ഈ അരഞ്ചിറ യൂത്ത് സ്കൂളും സംയുക്തമായിട്ടാണ് ഇന്ന് വായനാ ദിനമായിട്ട് ആചരിക്കുന്നത്. ഇതെല്ലാം തന്നെ വായനാ പക്ഷാചാരത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു ദിവസമാണ്. ഈ ദിവസമൊക്കെ തന്നെ നിങ്ങൾ ഈ അതിനനുസരിച്ചുകൊണ്ടുള്ള ഒരു മനോഭാവം ഇക്കാര്യത്തിലെല്ലാം തന്നെ ഉണ്ടാകണം എന്ന് പറയുന്നു. എന്നെ ഇവിടെ ആദരിക്കാൻ നിങ്ങൾ തീരുമാനിച്ച് ഞാൻ ആ പുസ്തകം എഴുതുമ്പോൾ എങ്ങനെയാണ്, അത് പലരും ചോദിച്ചിട്ടുണ്ട്, എങ്ങനെയാണ് ഇത്രയും കാര്യങ്ങൾ ഓർമ്മയെടുത്തെഴുതുന്നത്, ഓർമ്മകളിൽ നിന്ന് എങ്ങനെയാണ് ഇത് കിട്ടുന്നത് എന്ന് പലരും ചോദിച്ചിട്ടുണ്ട്. കുട്ടിക്കാലത്തെ ഓർമ്മകളൊക്കെ മനസ്സിൽ വെക്കുക. അതിന് കഷ്ടപ്പാടുകളാണ് എൻ്റെ മനസ്സിൽ കൂടുതലുള്ളത്. അതുകൊണ്ട് ആ കഷ്ടപ്പാടുകൾ പുതിയ തലമുറക്ക് പകർന്നു കൊടുക്കണം എന്നുള്ള ഒറ്റ ഉദ്ദേശം വെച്ചുകൊണ്ടാണ് കാര്യങ്ങളെല്ലാം തന്നെ എഴുതിയിട്ടുണ്ട്. കള്ളിപ്പാടം പൊതുജന വായനശാലയുടെ സംരക്ഷണം മുറിയേറ്റം ഈ പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ച പ്രിയപ്പെട്ട കൗൺസിലർ ലക്ഷ്മണേട്ടൻ, കൃഷ്ണേട്ടൻ, ഗോകുൽ മാസ്റ്റർ, വിശിഷ്ടാതിയായിട്ടുള്ള ശ്രീ പ്രകാശൻ ചുനയാടടക്കം വേദിയിലും സദസ്സിലുമുള്ള പ്രിയപ്പെട്ട മക്കളെ, നമ്മൾ ഓരോ ദിനാചരണത്തിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾ കുറേ ആളുകളുമായിട്ട് സംസാരിക്കാറുണ്ട് അല്ലേ? ക്ലാസ് മുതൽ നിങ്ങൾ എത്ര ആളുകൾ പറയുന്നത് കേട്ടു, എത്ര ആളുകളൊക്കെ സംസാരിച്ചു. അപ്പോൾ ഇതൊക്കെ നമ്മൾ ചെയ്യുന്നത് നിങ്ങളിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സുഖവും സന്തോഷത്തിനപ്പുറം പുതിയ ആളുകളുടെ അറിവുകളും അവർ വന്ന വഴികളും ഒക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കി തരുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ആളുകളൊക്കെ ആയിട്ട് നമുക്ക് സംസാരിക്കുന്നത്. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് വായനാ പ്രസാദവും അതുപോലെ വായനാ ദിനവുമായി വായനശാലയും സ്കൂളിൽ ചേർത്തുകൊണ്ട് നടത്തുന്ന ഈ പരിപാടിക്ക് പൂർവ്വവിദ്യാർത്ഥി സംഘങ്ങളുടെ എല്ലാവിധ ആശംസകളും ആദ്യമായി നേർന്നു. വിശേഷപ്പെട്ടതായ
ജൂൺ 19 മുതൽ ജൂലൈ 2 വരെയുള്ള വായനാ സമ്മേളനം ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് ആരോഗ്യ സ്കൂളും ഇവിടെ വായനശാലയും കണ്ടിപ്പാടം വായനശാലയും ചേർന്നുകൊണ്ടാണ് ഈ പരിപാടിയിൽ പങ്കെടുത്തിരിക്കുന്നത്. സന്നിഹിതരായ എല്ലാവർക്കും എൻ്റെ നമസ്കാരം. അതുപോലെ തന്നെ ഇന്ന് നമ്മളിവിടെ രണ്ട് വ്യക്തികളെ ആദരിച്ചു. പ്രധാനപ്പെട്ട അവരെല്ലാം തന്നെ പുസ്തകങ്ങളിലുള്ള ആളുകളാണ്. മനസ്സിലാക്കുന്നവരെ പുസ്തകങ്ങളെല്ലാം ഈ പ്രയാസത്തില്ല. അവരെല്ലാം നമുക്ക് വായനക്കാരും ഇവരുടെ പുസ്തകം കണ്ടിട്ടുണ്ട്. നിങ്ങളുടെ ലൈബ്രറിയിലും സ്കൂൾ ലൈബ്രറിയിലും ഓരോ പുസ്തകങ്ങൾ പങ്കുവരുന്നു. അതെല്ലാം നിങ്ങൾ വായിച്ച് മനസ്സിലാക്കണം. എന്നാൽ വായിക്കാൻ വേണ്ടിയാണ് ആ പുസ്തകം പഠിക്കുന്നത് എന്ന് ഞാൻ മുൻകൂട്ടി ഓർമ്മിക്കുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ കൂടുതലായി ഒന്നും പറയുന്നില്ല. നമ്മുടെ വായനശാല ലൈബ്രറി സൗകര്യത്തിൻ്റെ ഉദ്ദേശപ്രകാരം നമുക്ക് യൂണിറ്റുകൾക്കും ഹൈസ്കൂളുകൾക്കും അതുപോലെ വനിതകൾക്ക് അതുപോലെ യൂണിവേഴ്സിറ്റിക്കും ഇനി എല്ലാവർക്കുമായിട്ട് മത്സരങ്ങൾ സംഘടിപ്പിക്കുന്നു. അതിൻ്റെ ഭാഗമായി നമ്മുടെ പുസ്തകങ്ങളെല്ലാം നിങ്ങളെ കാണിക്കുന്നതായിട്ട് നിങ്ങൾ പ്രദർശിച്ചു കഴിഞ്ഞു. അപ്പോൾ നമ്മളുടെ വായനശാല ലൈബ്രറി നിങ്ങൾക്ക് ഇവിടെ വായനയ്ക്കൊരു ദിനം പരിപാടി അതിൻ്റെ അധ്യക്ഷനായിട്ടുള്ള ശ്രീ മുരളിയേട്ടൻ വായനശാല കല്ലിപ്പാടം വായനശാല സെക്രട്ടറിയാണ്. അദ്ദേഹത്തെ സ്കൂളിൻ്റെ പേരിലും സ്വന്തം പേരിലും നന്ദി അറിയിക്കുന്നു. ചടങ്ങിന് സ്വാഗതം പറഞ്ഞ ഹെഡ്മാസ്റ്റർ ചാന്ദ്രൻ മാസ്റ്റർ ഇത്തരമൊരു പരിപാടി സംഘടിപ്പിക്കുന്നതിനും നമുക്ക് വേണ്ട വിശിഷ്ടാതിഥികളെ കണ്ടെത്തുന്നതിനും എല്ലാ വിധത്തിലുള്ള പിന്തുണയും തന്നെ നമ്മോടൊപ്പം നിൽക്കുന്ന മാഷിന് സ്കൂളിൻ്റെ പേരിലും സ്വന്തം പേരിലും വിദ്യാലയം കലാസാഹിത്യവേദിയുടെ പേരിലും നന്ദി അറിയിക്കുന്നു. ഇന്നത്തെ പരിപാടി ഉദ്ഘാടനം ചെയ്ത നമ്മുടെ വാർഡ് കൗൺസിലർ കൂടിയായ അധ്യക്ഷനായിട്ട് നമ്മോടൊപ്പം എല്ലാ പ്രവർത്തനങ്ങളിലും നിൽക്കുന്ന വളരെ തിരക്കുള്ള സമയമാണെങ്കിലും എല്ലാ പ്രവർത്തനങ്ങളിലും നമ്മോടൊപ്പം നിൽക്കുന്ന ലക്ഷ്യമായിട്ടും വിദ്യാലയം കലാസാഹിത്യവേദിയുടെ പേരിലും ആദ്യം സ്കൂളിൻ്റെ പേരിലും സ്വന്തം പേരിലും നന്ദി അറിയിക്കുന്നു. നമുക്ക് വേണ്ടി ഇന്ന് വിശിഷ്ടാതിഥിയായി എത്തിയിരുന്ന ശ്രീ പ്രകാശത്തിൽ എന്നാണ് തനിമ സാംസ്കാരിക വേദി പ്രവർത്തകൻ കൂടിയായിട്ടുള്ള അദ്ദേഹം നമുക്ക് ധാരാളം കാര്യങ്ങൾ പറഞ്ഞു തന്നു. നമുക്ക് വേണ്ടി ഇത്രയും സമയം ചിലവഴിച്ച് ഇവിടെ എത്തിച്ചേർന്ന അദ്ദേഹത്തിന് വിദ്യാലയം കലാസാഹിത്യ വേദിയുടെ പേരിലും സ്വന്തം പേരിലും സ്കൂളിൻ്റെ പേരിലും നന്ദി അറിയിക്കുന്നു. നമുക്ക് ലൈബ്രറിയിലേക്ക് പുസ്തകങ്ങൾ സംഭാവന നൽകിയതിനും നന്ദി അറിയിക്കുന്നു. അടുത്തത് കൃഷ്ണേട്ടൻ നമുക്ക് വേണ്ടി സ്കൂളിന് വേണ്ടി ഒരു പുസ്തകം തന്നു. ഒപ്പം നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തി നമുക്ക് കുറേ കാര്യങ്ങൾ പറഞ്ഞു തരികയും ചെയ്ത അദ്ദേഹത്തിനും സ്കൂളിൻ്റെ പേരിലും വിദ്യാലയം കലാസാഹിത്യ വേദിയുടെ പേരിലും സ്വന്തം പേരിലും നന്ദി അറിയിക്കുന്നു. ഒപ്പം തന്നെ ആശംസകൾ അറിയിക്കുന്നതിന് വേണ്ടി ഇവിടെ എത്തിച്ചേർന്ന BTA പ്രസിഡന്റ് ശ്രീമതി ദിവ്യ ശ്രീമതി സുമാ എന്നിട്ട് BTA പ്രസിഡന്റ് എന്തോ ചില പ്രത്യേക കാരണങ്ങളാൽ എത്താൻ സാധിച്ചിട്ടില്ല. എന്നാലും ആശംസകൾ അറിയിച്ചിട്ടുണ്ട്. മാനേജർ ശ്രീ ആനന്ദ്, SSC ചെയർമാൻ ശ്രീ അജോനേട്ടൻ ഇവരെല്ലാം എത്തിച്ചേരാമെന്ന് പറഞ്ഞിരുന്നുവെങ്കിലും ചില പ്രത്യേക സാഹചര്യങ്ങൾ മൂലം എത്താൻ സാധിച്ചിട്ടില്ല. ആശംസകൾ അറിയിച്ചിട്ടുണ്ട്. എല്ലാവർക്കും നന്ദി. പൂർവ്വ വിദ്യാർത്ഥി സംഘടനാ പ്രസിഡന്റ് ശ്രീ ബാലേട്ടൻ, കല്ലിപ്പാടം വായനശാല പ്രസിഡന്റ് മോഹനേട്ടൻ എല്ലാവരെയും വിദ്യാലയം കലാസാഹിത്യ വേദിയുടെ പേരിലും സ്വന്തം പേരിലും നന്ദി അറിയിക്കുന്നു. കൂടാതെ നമ്മുടെ അധ്യാപകനായിരുന്ന ശ്രീ ഗോപി മാസ്റ്റർ നമുക്ക് വേണ്ടി ആ പുസ്തകം വളരെ വിശദമായി തന്നെ എല്ലാവർക്കും വേണ്ടി അതിൻ്റെ ഒരു ഔട്ട്ലൈൻ തന്നിട്ടുണ്ട്. ഇത്രയും നമുക്ക് വേണ്ടി തന്ന ഗോപി മാസ്റ്ററിന് പ്രത്യേകം നന്ദി അറിയിക്കുന്നു. ഒപ്പം നമ്മുടെ SSC അംഗങ്ങൾ